സംസ്ഥാനത്തൊട്ടാകെ ശ്രദ്ധാകേന്ദ്രമായ മണ്ഡലമായി നിയമം മാറിക്കഴിഞ്ഞു. ഇപ്പോൾ വി ശിവൻകുട്ടി മാതൃഭൂമി ന്യൂസിനൊപ്പമുണ്ട്. ഈ കഴിഞ്ഞ ദിവസം SDPI നിയമത്തെ പിന്തുണ പ്രഖ്യാപിച്ചതോടുകൂടി അത് വേറൊരു തലത്തിലേക്ക് അതിന്റെ ചർച്ചകൾ മാറുകയാണ്. ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ആര് വോട്ട് തന്നാലും അത് സ്വീകരിക്കും എന്നുള്ളത് തന്നെയല്ലേ? അത് തന്നെയാണ് നിലപാട്. കാര്യം വെച്ചാൽ യഥാർത്ഥ ചർച്ചകളിൽ നിന്ന് മാറിപ്പോകുന്നതിന് വേണ്ടി ബോധപൂർവം ചില മാധ്യമങ്ങളും പിന്നെ ചില UDF രാഷ്ട്രീയ നേതൃത്വം കൊണ്ടുവരുന്ന ചർച്ചയാണ്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിലുള്ള ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ 10 വർഷക്കാലമായി LDF ഗവൺമെന്റ് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അതിൽ yes or no? 2, ഈ ഗവൺമെന്റ് എന്തെങ്കിലും അഴിമതി കാണിച്ചിട്ടുണ്ടോ? 3, കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ കേരളത്തോടുള്ള അവഗണന. അത്തരം കാര്യങ്ങളിലേ പ്രധാനമായി ചർച്ച ചെയ്യേണ്ടത്. അതിനു പകരം ചെറിയ ചെറിയ വിഷയങ്ങൾ മനഃപൂർവ്വം ബോധപൂർവം ഇതിനെല്ലാം മറയ്ക്കാൻ വേണ്ടി മാധ്യമങ്ങൾ കൊണ്ടുവരുന്നതാണ്. ഒരു അത്ഭുതമില്ല. ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നു, സ്ഥാനാർത്ഥി പിന്നെ ആദ്യം ഇറക്കുന്നത് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു കത്താണ്. സ്ഥാനാർത്ഥി എഴുതുമോ ഇന്ന വിവാഹത്തിൽപ്പെട്ടവർക്ക് മാത്രം എനിക്ക് വോട്ട് ചെയ്താൽ ആദ്യം മറ്റുള്ളവരാരും വോട്ട് ചെയ്യേണ്ടതെന്ന്? അത് ഭരണഘടനാ വിരുദ്ധമാണ്. പക്ഷേ ഈ ആശയപരമായി SDPI ജമാഅത്തെ ഇസ്ലാമിയൊക്കെ വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ടിരുന്ന CPM തന്നെ അത് വോട്ട് തന്നാൽ സ്വീകരിക്കുമെന്ന് പറയുമ്പോൾ വോട്ട് തന്നാൽ സ്വീകരിക്കുന്ന പിന്നെ പ്രത്യേകിച്ച് ആരുടെയും പേരെടുത്ത് പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത് നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട. ഞാൻ പറഞ്ഞത് ഞാനൊരു സ്ഥാനാർത്ഥിയാണ്. എന്റെ നിയോജക മണ്ഡലത്തിൽ ആരെനിക്ക് വോട്ട് ചെയ്താലും ആ വോട്ട് ഞാൻ സ്വീകരിക്കും. അങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമി പിന്തുണ പ്രഖ്യാപിച്ചത്. അത് ഞാൻ അങ്ങനെ ഒരു ഓരോ സംഘടന എടുത്ത് പറയും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മറുപടി പ്രതീക്ഷിക്കണ്ട. ഞാൻ ജയിക്കാൻ നിൽക്കുന്ന സ്ഥാനാർത്ഥിയാണ്, തോക്കാൻ നിൽക്കുന്ന സ്ഥാനാർത്ഥിയല്ല. അപ്പോൾ ഒരു വോട്ടർ എനിക്ക് വോട്ടും കൊണ്ട് വരുന്ന അവസരത്തിൽ നിന്റെ വോട്ട് എനിക്ക് വേണ്ടെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അത് തന്നെയാണ് സംഗതി. എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ചിത്രത്തെ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ ഇതുവരെ പ്രചാരണത്തെ രംഗത്തുണ്ട്. ഇതുവരെയുള്ള പ്രചാരണം വെച്ച് നോക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ വിജയസാധ്യത കൂടുതലാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലാണ്. കഴിഞ്ഞ വർഷം ഞാൻ മന്ത്രിയില്ലായിരുന്നു. ഇപ്രാവശ്യം മന്ത്രിയായിട്ട് മത്സരിക്കുകയാണ്. ഞാൻ ഒരുപാട് 1000 കോടിയോളം വരുന്ന രൂപയുടെ വികസന പദ്ധതി നടന്നിട്ടുണ്ട്. പിന്നെ അവർക്ക് അതൊന്നും തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല. അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഗ്രൗണ്ട് റിയാലിറ്റി എനിക്ക് തോന്നുന്നത് ഞാൻ LDF ജയിക്കാനുള്ള എല്ലാ സാധ്യതയും. ഒരു ചോദ്യം കൂടി, SDPIയും ജമാഅത്തെ ഇസ്ലാമിയും അല്ലെങ്കിൽ അവരുടെ ഒരു വർഗീയ സ്വഭാവം വെച്ച് പുലർത്തുന്നവരാണ് എന്നുള്ളത് ഇപ്പോഴും പറയുന്നുണ്ട്. ഞാൻ ആ കാര്യമൊന്നും നിങ്ങൾ ചോദിച്ചത് വോട്ട് ആരെ വോട്ടും സ്വീകരിക്കുമോ എന്നുള്ളതാണ്. ആരെ വോട്ട് സ്വീകരിക്കുമോ എന്നുള്ള മറുപടി പറഞ്ഞു കഴിഞ്ഞു. ഏതായാലും SDPIയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ നിലപാട് ആവർത്തിക്കുകയാണ് വി ശിവൻകുട്ടി. ഒപ്പം തന്നെ ചെയ്തിട്ടുള്ള വികസന കാര്യങ്ങൾ അതെല്ലാം നിലപാട് ആവർത്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അർത്ഥമുണ്ടല്ലോ. എന്റെ നിലപാട് ആര് വോട്ട് ചെയ്താലും വോട്ട് സ്വീകരിക്കും എന്നുള്ളതാണ് എന്റെ നിലപാട്. തീർച്ചയായിട്ടും ആര് വോട്ട് ചെയ്താലും ആ വോട്ട് സ്വീകരിക്കും. ജയത്തിന് വേണ്ടി മാത്രമാണ് എന്തായാലും മത്സരം. ഒപ്പം തന്നെ നിയമത്ത് ചെയ്തിട്ടുള്ള വികസന കാര്യങ്ങൾ അതെല്ലാം വോട്ടായി മാറും. ജയം ഉറപ്പാണ് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. VS ബിജുവിനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.